പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ് കട്ടുപാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുണ്യമായ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ എൻ്റെ ചാനലിൽ, എൻ്റെ വീഡിയോയിലോ അല്ലെങ്കിൽ ലൈവിലോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. 1-2 പ്രാവശ്യം ചെയ്യാൻ വേണ്ടി ഇരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. ചെയ്തു തന്നെ ഡിലീറ്റ് ആക്കി അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ വർത്തമാനകാലത്ത് ഏറ്റവും നമ്മൾ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട് അത് നിരന്തരം യൂട്യൂബിലൂടെ പിന്നെയും പല കമൻറ്റുകളും കണ്ടതുകൊണ്ട്, പല വീഡിയോസും കണ്ടതുകൊണ്ട് അത് ചെയ്യുകയാണ്. അഥവാ ഇന്ന് കോലിളക്കം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ നിലക്ക് കാണാം. ഒരു സംഘപരിവാർ, ഒരു BJP-കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നമ്മുടെ കേരളത്തിലെ ഒരു പരമോന്നത പണ്ഡിത സഭയായ സമസ്ത, അങ്ങനെ തന്നെ പറയാം, അതിൻ്റെ ഒരു ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖമറുൽ ഉലമ AP ഉസ്താദ് അവർകൾ തൊബ്ബറല്ലാഹു ഉംറ ആമീൻ. മഹാനവർകൾ, അഥവാ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞാൽ സമസ്തയുടെ ആധികാരികമായിട്ടുള്ള സമസ്ത അതിൻ്റെ പണ്ഡിത സഭ അതിൻ്റെ 100ാമത്തെ വാർഷികം ആഘോഷിച്ചപ്പോൾ അത് വളരെ വിപുലമായി കഴിഞ്ഞു. കോടിക്കണക്കിന് ആളുകളും കോടിക്കണക്കിന് അതിൻ്റെ പിരിവുമായിട്ട് നമ്മൾ വളരെ വൻ വിജയമായിട്ട് നടന്നു. ആ ഇടക്കാണ് അടുത്ത ഒരു 100ാം വാർഷികം ആഘോഷിക്കാൻ മറുപക്ഷത്തുള്ള ഈ ഷെയ്ഖുന AP ഉസ്താദിൻ്റെ അണ്ടറിൽ ഒരു 100ാം വാർഷികം ആഘോഷിക്കുന്നു. വളരെ വേദനയോടെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അതിന് വിശ്വാസിയുടെ നെഞ്ചത്ത്, നമ്മളെ മുസ്ലിമിൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിരുന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയമായിട്ട് തട്ടിപ്പടുന്നവരെയും നൂറ് ഹബീബ് അങ്ങനത്തെ ആളുകളൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ദീന് കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, ദിക്ർ കൊണ്ട് കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ 100ാം വാർഷികം കഴിഞ്ഞപ്പോൾ 2ാമത്തെ 100ാം വാർഷികം അതിൽ കെങ്കേമമാവണം, അതിൽ വലിയൊരു സംഭവമാവണം, ഒരു മറ്റുള്ളതിലേറെ എത്രയും മേൽക്കോയ്മയിലാവണമെന്ന പച്ചയായിട്ട് പറഞ്ഞാൽ അതിന് നരേന്ദ്രമോദിയെ പോയി കണ്ടു, ക്ഷണിച്ചു. പക്ഷേ അവിടെ പ്രസ്താവന ഇറക്കിയത് അണികളും ഖലീൽ ബുഖാരി തങ്ങൾ അടക്കമുള്ള ആളുകൾക്കും ന്യൂസ് ചാനലുകാരോട് ഒരു കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. അതിലങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനും കഴിയില്ല, 100% അനുകൂലിച്ച് പറയാനും കഴിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു വളരെ ഒരു വിഷം കലർത്തുന്ന ഒരു പ്രസ്താവനയാണ് ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ വേദനയാണത്. നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പരിപാടിക്ക് ക്ഷണിക്കാം, അത് വലിയ അഭിമാനമാണ്, അന്തസ്സാണ്, പ്രൗഢിയാണ്. പക്ഷേ ഈ യോഗി ഭരിക്കുന്ന സംസ്ഥാനത്തെ ആളുകളൊക്കെ പോലത്തെ ഈ മോഡിയെ ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ അണ്ടറിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ന്യൂനതകളും കുറവുകളും ഇല്ല, സമ്പൂർണ്ണ സുരക്ഷിതരാണെന്ന് പറയുന്നതിൽ എങ്ങനെയാ ലോജിക്ക്? എങ്ങനെയാ അതൊരു ഒരു അല്ലെങ്കിൽ കളവായിട്ട് മാറും? എങ്ങനെയാണത് അതിൻ്റെ സത്യം? നമ്മളിവിടെ കാലങ്ങളോളമായിട്ട് ഇവിടെ ചെറു കുഗ്രാമങ്ങളിലും അങ്ങാടികളിലും പ്രകടനങ്ങളും അതും ഇതും പൗരത്വം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നില്ലേ? ഇതൊക്കെ ആര് കൊണ്ടുവരുന്നായിരുന്നു? യോഗി ഭരിക്കുന്ന നാട്ടിലെ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ചല്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് ഉസ്താദ് പറഞ്ഞത്. വളരെ അപലപനീയമാണത്. അത് ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നില്ല, അത് ഷോർട്ടാക്കി പറഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ ഒരു ഗ്രാൻഡ് മുഫ്തിയായിട്ട് അവരോധിച്ചു. അങ്ങനൊരു സമ്പ്രദായമുണ്ടോ? ഞാൻ ചെറിയൊരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ചോദിക്കുക, ഏതെങ്കിലും കർമ്മശാസ്ത്രപരമായിട്ട് ഏതെങ്കിലും ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിലോ ഫിഖിൻ്റെ മസ്അലകളിലോ ഗ്രാൻഡ് മുഫ്തിയാണ് ഒരു പൊസിഷനുണ്ടോ? അതൊക്കെ സ്വയം അവരോധം. അങ്ങനെ ആയിക്കോട്ടെ, ഒരു ഗ്രാൻഡ് മസ്ജിദ്, നോളജ് സിറ്റി, അതിൽ ഇനി ബാബിയിൽ വരിക ഒരു ഗ്രാൻഡ് അംബാസഡർ, ഒരു ഗ്രാൻഡ് മോസ്കിന് മർക്കസ് നോളജ് സിറ്റിയിൽ ഗ്രാൻഡ് ഇമാം ആയിട്ട് വരായിരിക്കും, മകനായിരിക്കും. അതൊക്കെ വേറെ വിഷയം, അത് പോട്ടെ. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രശംസനീയ കാര്യം, അഭിനന്ദിക്കേണ്ട കാര്യം, നമ്മൾ കോളർ കുലിക്ക് അഭിമാനിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ഇന്ത്യക്കകത്തും പുറത്തും
ലോകരാജ്യങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും വിപ്ലവം സൃഷ്ടിച്ച ഏത് മേഖലയിലും വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിൽ ഇത്രയും വിപ്ലവം സൃഷ്ടിച്ച നേതൃത്വമില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖമറുൽ മൈപ്പി ഉസ്താദിനെ പോലെ അത്രയും വേൾഡിൽ അറിയപ്പെട്ട ആളാണ്. ഇന്ത്യയുടെ മുഖചിത്രം തന്നെ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ത്യയിലെ വിദേശികൾ ആദ്യം ചോദിക്കുക ഇന്ത്യ അറിയോ ഷാറൂഖ് ഖാൻ ആളാണോ, അല്ലെങ്കിൽ ഷെയ്ഖ് അബൂബക്കർ തുബറല്ലാ ഉംറ. അപ്പം ഇത് ഈ പറഞ്ഞത് പിന്നെ ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞതിൽ ഒരുപാട് അപാകതകളുണ്ട്. അത് മുന്നിലും പിന്നിലും ഉള്ള പണ്ഡിതരായ തലപ്പാവധാരികളായ ഉസ്താദുമാർ ഒന്നുകിൽ ഉസ്താദിനെ കൊണ്ട് അതിന് വിശദീകരണം ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഉസ്താദിനെ അത് പിന്നെ പ്രായാധിക്യം കൊണ്ട് ഒരു പിന്നെ വശപ്പിച്ചകോ എങ്ങനെയാക്കി മാറ്റുകയല്ലാതെ ഇന്ത്യൻ മുസ്ലിങ്ങൾ സംഘപരിവാറിൻ്റെ BJPയുടെ VHPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. എന്തെല്ലാം കോലാഹലങ്ങൾ ഇവിടെ നടന്നത് ഇതൊക്കെ മറന്നോ? ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. അപ്പം ഇതിൽ വളരെ അപലപനീയമായ കാര്യമാണിത്. ഒരിക്കലും സമസ്തയുടെ 100-ാം വാർഷികം കഴിഞ്ഞു, അടുത്ത 100-ാം വാർഷികം ക്ഷേമമാക്കണം, ഗംഭീരമാക്കണം. പക്ഷേ മർക്കസ് നോളജ് സിറ്റിയുടെ ഫണ്ടും അതുപോലത്തെ മറ്റു സ്ഥാപനങ്ങളുടെ ഫണ്ടും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ഫണ്ട് തുച്ഛമായ ശതമാനമായിരിക്കും, ഒക്കെ വിദേശ ഫണ്ടുകളാണ്. അൽഹംദുലില്ലാഹ്, അത് നല്ല കാര്യമാണ്, പ്രശംസനീയമാണ്, അഭിമാനമാണ് നമുക്ക്. അപ്പോൾ ഈ വിദേശ അറബികളോ അല്ലെങ്കിൽ വിദേശ നേതാക്കളോ ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് അറിയാം അവർ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അവരറിയും ഇന്ത്യയിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്നുള്ള അവരറിയാൻ വേണ്ടി വേണം. അതല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മോദി ക്ഷണം സ്വീകരിക്കാതിരിക്കും. ഈ മോഡിയെ പൗഡറിട്ട് പുകയറ്റിയിട്ട് വേണോ ഇസ്ലാമിൻ്റെ നെഞ്ചത്തിരുന്നുള്ള ഈ ഒരു പ്രസ്താവന ഉസ്താദെ? ഇന്ത്യൻ മുസ്ലിങ്ങൾ സംഘപരിവാറിൻ്റെ രണ്ടിൽ ഒരു പ്രശ്നവുമില്ല. അപ്പം ഈ കഴിഞ്ഞ കോലിളക്കങ്ങൾ ഓരോന്ന് എടുത്തു പറയുന്നില്ല, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗിയുടെ നാട്ടിലൊക്കെ ഇന്ത്യൻ മുസ്ലിങ്ങളെല്ലാവരൊക്കെ. അപ്പോൾ ഒരിക്കലും പിന്നെ ഒരു ന്യായീകരിക്കുന്ന വിഷയമല്ല അത് ഉസ്താദ് നിങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊണ്ട് അത് വിശദീകരണം ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായമുള്ള ഉസ്താദല്ലേ ഷെയ്ഖുന, അങ്ങനെ പ്രായാധിക്യം കൊണ്ട് ഒരു വശപ്പിച്ച വന്നതാണെന്നോ അല്ലെങ്കിൽ ഒരിക്കലും ഇത് സ്ഥായിയായിട്ട് പ്രസ്താവനയായിട്ട് അംഗീകരിക്കാൻ പാടില്ല. ഈ ദേശീയ വാർത്താമാധ്യമ CNN പോലുള്ള ചാനലുകൾക്ക് ഉസ്താദ് കൊടുത്ത അഭിമുഖം ഇന്ത്യൻ മുസ്ലിങ്ങൾ വളരെ സുരക്ഷിതരാണ്. ആര് കേൾക്കാൻ വേണ്ടി? വിദേശ കൊമ്പന്മാർ കേൾക്കാൻ വേണ്ടിയോ? ഒരിക്കലും അത് ഞാൻ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, ഈ പുണ്യ റമദാൻ കുറ്റപ്പെടുത്താനല്ല. പക്ഷെ അതിങ്ങനെ സോഷ്യൽ മീഡിയ ഇതിൽ ഈ വിഷയങ്ങൾ ഇങ്ങനെ. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രണ്ട് പണ്ഡിതന്മാർ, ഒരാൾ മൺമറഞ്ഞു പോയി, ഒരാൾ ജീവിച്ചൊരു എല്ലാ നേതൃത്വം കൊടുക്കുന്നു. ഈ രണ്ട് പണ്ഡിതരും ഒരേ ആശയമാണ്, ഒരേ ആദർശമാണ്, ഒരേ റൂട്ടാണ്. ഈ രണ്ട് റൂട്ടിലെ പണ്ഡിതന്മാരും ഒരേ തലപ്പാവ്, ഒരേ കളറുള്ള തലപ്പാവ്, ഒരേ പേര്, അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ്. അത് ഞാൻ എടുത്തു പറയുന്ന കാര്യം, ചുവന്ന തലപ്പാവുള്ള ആളുകൾ ഈ വിഷയത്തിൽ കയറി ഇളക്കാൻ വരണ്ട, അത്രേ ഞാൻ പറയുന്നുള്ളൂ. സ്വാമിമാർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാര്യം അവർ പണ്ഡിതന്മാർ തീരുമാനിച്ചോളൂ. അതിലിളക്കാൻ ഞാൻ ആളെ പേര് പറയുന്നില്ല. കാന്തപുരം എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തി. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മക്കൾ രണ്ട് വിഭാഗമായാലും ഒരു വിഭാഗമായാലും കേട്ടിരിക്കില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്ന സുന്നി പ്രേമികൾ, അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പ്രേമികൾ, മുസ്ലിം പ്രേമികൾ, ഇസ്ലാം പ്രേമികൾ, ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്നത്തെ ഭരണകൂടത്തിൽ, സംഘപരിവാറിന്റെ ഭരണത്തിൽ പൂർണ്ണ സുരക്ഷിതരാണ് എന്ന് പറയുന്ന ആ ഒരു രണ്ട് വരി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് ഒരു വാർത്താമാധ്യമങ്ങളിലൂടെ ഈ പറഞ്ഞ പ്രസ്താവന നടത്തിയ ഉസ്താദിനെ കൊണ്ട് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയാൽ, അല്ലെങ്കിൽ അതിന് വിശദീകരണം നടത്തിയാൽ
അല്ലെങ്കിൽ അതിനൊരു തിരുത്ത് ചെയ്താൽ എല്ലാം ക്ലിയർ ആവും. അതല്ല എങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. അതല്ല എങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കുറ്റപ്പെടുത്താനല്ല, എൻ്റെ മനസ്സിൽ തോന്നുന്നത് വായക്കാടുള്ള കണ്ണിയത്ത് മുഖം കെടുത്തണേ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ മുഖം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ മറ്റും ഉന്നതിയിലെത്തുന്നുണ്ട്. ഉന്നതിയിലെ ആഡംബരങ്ങളിലുള്ള പിന്നെ ലോകരാജ്യങ്ങളിൽ അറിയപ്പെട്ട നേതാവാണ്, ഗ്രാൻഡ് മുഫ്തിയാണ്. ഒക്കെ ശരിയാണ്, നമുക്ക് അഭിമാനമുണ്ട്. പക്ഷേ മുടി വിഷയമായാലും മറ്റു വിഷയമായാലും കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ പോലെ മുഖം കെടുത്തണേ എന്ന് പറഞ്ഞതുപോലെ മോദിയെ കണ്ടുകൊണ്ട് ഇറങ്ങുമ്പോഴും അതിനു ശേഷമുള്ള ഈ പ്രസ്താവനയിലുമൊക്കെ അങ്ങനെയൊരു കണ്ണിയത്ത് ഉസ്താദിന് പ്രാർത്ഥന ഓർമ്മയിൽ വരുന്നുണ്ടോ എന്നൊരു ചോദ്യവുമായിട്ട് കുറ്റപ്പെടുത്താനല്ല, നന്മ മാത്രം ഉദ്ദേശിച്ച്, നന്മ ഒരു ഗുണകാംക്ഷി എന്ന നിലക്ക് മാത്രമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. ഇസ്ലാം പ്രേമികൾക്ക്, ഇസ്ലാമിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നവർക്ക്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുമെന്ന് പറഞ്ഞ് നിർത്തുന്നു. ഗുഡ് ബൈ. അനീഫ കട്ടുപ്പാറ. അസ്സലാമു അലൈക്കും.